നമസ്കാരം. അയോധ്യയിൽ നിന്ന് ഡൽഹിക്കുള്ള ഇൻഡിഗോ വിമാനം ചണ്ഡീഗഡിൽ ലാൻഡ് ചെയ്തപ്പോൾ ഇന്ധന ടാങ്ക് കാലിയായിരുന്നുവെന്ന് ആരോപണം. ഏപ്രിൽ 13-ന് സർവീസ് നടത്തിയ ഇൻഡിഗോ വിമാനത്തിലാണ് ഈ സംഭവം. ആരോപണം ഉയർന്നതോടെ ഇൻഡിഗോയ്ക്കെതിരെ വിരമിച്ച പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. SOPകൾ അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ലംഘിച്ചു എന്നാണ് വിമർശനം. അതേസമയം ആവശ്യത്തിനുള്ള ഇന്ധനം വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇൻഡിഗോയുടെ നിലപാട്. പൈലറ്റ് എടുത്ത എല്ലാ നിലപാടുകളും SOPകൾക്ക് അനുസരിച്ചായിരുന്നുവെന്നും ഇൻഡിഗോ വ്യക്തമാക്കി. യാത്രക്കാരനായ സതീഷ് കുമാറാണ് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന അനുഭവം എന്ന് വിശേഷിപ്പിച്ച് സംഭവത്തെക്കുറിച്ച് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ഫ്ലൈറ്റ് നമ്പർ 6E2702 വിമാനം അയോധ്യയിൽ നിന്ന് വൈകുന്നേരം 3:25-ന് പുറപ്പെട്ട് ഡൽഹിയിൽ 4:30-ന് എത്തേണ്ടതായിരുന്നു. എന്നാൽ ലാൻഡ് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുൻപ് ഡൽഹിയിൽ മോശം കാലാവസ്ഥയാണെന്നും ലാൻഡിംഗ് നടക്കില്ലെന്നും അനൗൺസ് ചെയ്തു. നഗരത്തിന് മുകളിലൂടെ പറന്ന് 2 തവണ ലാൻഡ് ചെയ്യാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഇനി 45 മിനിറ്റ് നേരം പറക്കാനുള്ള ഇന്ധനമേ ഉള്ളുവെന്ന് 4:15-ന് പൈലറ്റ് അറിയിച്ചു. എന്നാൽ 2 തവണ ലാൻഡ് ചെയ്യാനുള്ള ശ്രമം വിജയിക്കാതായപ്പോൾ ചണ്ഡീഗഡിലേക്ക് പോകുകയാണെന്ന് 5:30-ന് പൈലറ്റ് അറിയിച്ചു. 45 മിനിറ്റേ ഇന്ധനം ഉണ്ടാകൂ എന്നറിയിച്ച ശേഷം 75 മിനിറ്റ് ആയിരുന്നു അപ്പോൾ. അത്രയും ആയപ്പോൾ പല യാത്രക്കാരും ജീവനക്കാരിൽ ഒരാളും പരിഭ്രാന്തരായി ഛർദ്ദിക്കാൻ തുടങ്ങി. ഒടുവിൽ 6:10-ന് ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തു. 45 മിനിറ്റ് പറക്കാനുള്ള ഇന്ധനം മാത്രമേ ഉള്ളുവെന്ന് അറിയിച്ച ശേഷം 115 മിനിറ്റ് ആയപ്പോഴാണ് ലാൻഡ് ചെയ്തത്. വെറും 1-2 മിനിറ്റ് നേരം കൂടി പറക്കാനുള്ള ഇന്ധനമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജീവനക്കാർ പറയുന്നതിൽ നിന്ന് മനസ്സിലായെന്നും സമൂഹമാധ്യമത്തിൽ എഴുതിയ പോസ്റ്റിൽ സതീഷ് കുമാർ കുറിച്ചു. അദ്ദേഹം DGCAയെ ടാഗ് ചെയ്തിട്ടുമുണ്ട്.